വർഷം 1943. പ്രോജക്ട് റെയിൻബോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രഹസ്യ പരീക്ഷണങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു US നാവിക കപ്പലായിരുന്നു USS എൽറിഡ്ജ്. അക്കാലത്ത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്ന ജർമ്മനിയോട് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി, അവരുടെ കണ്ണിൽ പെടാതിരിക്കുവാൻ വേണ്ടി കപ്പൽ അപ്രത്യക്ഷമാക്കുവാനുള്ള പരീക്ഷണങ്ങളായിരുന്നു അവിടെ നടന്നു പോന്നിരുന്നത്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങൾക്കും ഒടുവിൽ അപ്രത്യക്ഷമായ USS എൽറിഡ്ജ് ടെലിപ്പോർട്ട് ചെയ്തത് മറ്റൊരു ഡയമെൻഷനിലേക്കായിരുന്നു. മൈൻഡ് ഫ്ലയറിന്റെ വാസസ്ഥലമായിരുന്ന ഡയമെൻഷൻ X ആയിരുന്നു അത്. ടെലിപ്പോർട്ടേഷന്റെ ആഘാതത്തിൽ അനവധി ആളുകൾ മരിച്ചു വീണെങ്കിലും ഒരാൾ മാത്രം ബാക്കിയായി, ക്യാപ്റ്റൻ ബ്രണ്ണർ. ഡയമെൻഷൻ Xലെ കഥകളും തനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം മരിക്കുന്നതിന് മുമ്പ് തിരിച്ചെത്തിയ ക്യാപ്റ്റൻ ബ്രണ്ണർ തന്റെ മകനായ ഡോക്ടർ മാർട്ടിൻ ബ്രണ്ണറോട് പറഞ്ഞിരുന്നു. ശേഷം 1950കളിൽ ഡോക്ടർ ബ്രണ്ണർ നെവാഡ എക്സ്പെരിമെന്റിൽ ഏർപ്പെട്ടു. എൽറിഡ്ജിന് സംഭവിച്ചത് ആവർത്തിക്കുവാനുള്ള ശ്രമമായിരുന്നു അത്. അക്കാലത്ത് സോവിയറ്റ് യൂണിയന് വേണ്ടി ചാരനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ ബ്രണ്ണറിന്റെ ടീമിൽ കടന്നുകൂടുന്നു. അയാൾ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട പല പ്രധാന എക്യുപ്മെന്റ്സും ലാബിൽ നിന്ന് ആരും അറിയാതെ മോഷ്ടിച്ച് നെവാഡയിലെ റേച്ചലിൽ ഉള്ള ഒരു ഗുഹാ സംവിധാനത്തിനുള്ളിൽ ഒളിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ റേച്ചലിൽ അധിവസിച്ചിരുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു മിസ്റ്റർ വിക്ടർ ക്രീലിന്റേത്. ഭാര്യ വിർജീനിയയും മക്കൾ ഹെൻറിയും ആലീസും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. 1947 ജനിച്ച ഹെൻറി ക്രീൽ എന്ന തന്റെ ഇളയ കുട്ടിയുടെ 8ാം പിറന്നാൾ ദിനമായിരുന്നു അന്ന്. തന്റെ കൈവശമുണ്ടായിരുന്ന സ്പൈ ഗ്ലാസുമായി വീട്ടുപരിസരത്ത് ചുറ്റിത്തിരിയവേ കാഴ്ചകൾ കണ്ട് അവസാനം അവൻ എത്തിച്ചേർന്നത് ആ ഗുഹയുടെ സമീപത്തായിരുന്നു. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ച ഹെൻറി ശാസ്ത്രീയ ഉപകരണങ്ങളുടെ അടുത്തെത്തുകയും അബദ്ധവശാൽ അവയുടെ സഹായത്തോടെ ഡയമെൻഷൻ Xൽ അകപ്പെടുകയും ചെയ്യുന്നു. അവിടെ കണ്ട വിചിത്ര ജീവികൾ ഉൾപ്പെടെയുള്ള അനേകം കാഴ്ചകൾ അവനെ ഭയപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ കണ്ട നിഴൽ പോലെയുള്ള ഒരു അസ്തിത്വത്തിന്റെ സ്വാധീനത്തിലേക്ക് അവൻ വിധേയപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ 12 മണിക്കൂറുകൾക്ക് ശേഷം അവിടെ നിന്നും പുറത്തു കടന്ന ഹെൻറി തന്നിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുള്ളതായി അനുഭവപ്പെടുന്നു. അവൻ കണ്ട ആ നിഴൽ രൂപം മൈൻഡ് ഫ്ലയർ ആയിരുന്നു. മൈൻഡ് ഫ്ലയറിന്റെ സ്വാധീന ശക്തിയിൽ അകപ്പെട്ട ഹെൻറിക്ക് ഒരു പ്രത്യേക ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുകയും അവന്റെ വ്യക്തിത്വം തന്നെ മാറുകയും ചെയ്തു. ലാബിൽ നിന്നും മോഷണം പോയ ഉപകരണങ്ങൾ അവസാനം ബ്രണ്ണർ കണ്ടെത്തി. ഒപ്പം ഹെൻറിയുടെ കയ്യിൽ നിന്നും കളഞ്ഞുപോയ സ്പൈ ഗ്ലാസ് ബ്രണ്ണറിന് ലഭിച്ചു. അങ്ങനെ ഹെൻറിയെ കണ്ടെത്തുകയും അവനിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ബ്രണ്ണറിന് സാധിച്ചു. 2ാം ലോക മഹായുദ്ധം നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ മരിച്ച തന്റെ അമ്മയുടെ അങ്കിളിന്റെ വീട് ഹെൻറിയുടെ ഫാമിലിക്ക് ലഭിക്കുന്നു. അങ്ങനെ 1959 ഹോക്കിൻസിലെ ആ വീട്ടിലേക്ക് അവർ താമസം മാറി. ചെറുപ്പം മുതലേ ഇൻട്രോവേർട്ട് ആയിരുന്ന ഹെൻറി മറ്റുള്ള കുട്ടികളെ പോലെയേ ആയിരുന്നില്ല. തന്റെ വീട്ടിൽ ജീവിച്ചിരുന്ന ബ്ലാക്ക് വിഡോ എന്ന ഇനത്തിൽപ്പെടുന്ന ഒരു ചിലന്തി വിഭാഗത്തിന്റെ കൂടെയായിരുന്നു അവൻ അധിക സമയം ചെലവഴിച്ചിരുന്നത്. അവൻ അവയോട് മാനസികപരമായി വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു. അവന്റെ ജീവിത രീതിയുമായി അവർക്ക് സാമ്യമുണ്ടെന്ന് അവൻ കണ്ടെത്തി. ലോകത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ദോഷം ചെയ്യുന്നത് മനുഷ്യവർഗമാണെന്ന് അവൻ മനസ്സിലാക്കി. മറ്റുള്ള ജീവികൾക്കില്ലാത്ത തരത്തിലുള്ള വിചിത്രമായ ഘടനാക്രമങ്ങൾ സൃഷ്ടിക്കുകയും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും അത് പ്രകൃതിയെയും നമ്മളെയും തകർക്കാൻ പോകുന്നവയാണെന്നും അവൻ മനസ്സിലാക്കി. മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഒക്കെയായി തരംതിരിച്ച ജീവിത രീതി ഹെൻറിയെ സംബന്ധിച്ച് അടിമത്തമായിരുന്നു. അങ്ങനെ അവൻ അവന് വേണ്ടി സ്വയം നിയമങ്ങൾ ഉണ്ടാക്കി. തന്റെ ഉള്ളിലുള്ള കഴിവുകളെ പരിശീലനത്തിലൂടെ അവൻ പുറത്തു കൊണ്ടുവന്നു. മൈൻഡ് ഫ്ലയറിനൊപ്പമുള്ള സഹവാസത്തിൽ നിന്ന് ലഭിച്ച പവേഴ്സ് യൂസ് ചെയ്ത് സമീപത്തുള്ള മൃഗങ്ങളെയൊക്കെ അവൻ കൊന്നൊടുക്കാൻ തുടങ്ങി. സൈക്കോ കൈനറ്റിക് എബിലിറ്റീസ് യൂസ് ചെയ്ത് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിച്ച് ഓർമ്മകളെ നിയന്ത്രിച്ച് ഒരുപാട് കാര്യങ്ങൾ അവൻ മനസ്സിലാക്കി. ഓരോ ആളുടെയും ജീവിതത്തിലെ ഏറ്റവും മോശം ഓർമ്മകളെ ബൂസ്റ്റപ്പ് ചെയ്ത് അവരെ മെന്റലി വീക്കാക്കി മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിരുന്ന ഹെൻറി തന്റെ വീട്ടിലുള്ളവരിൽ ഈ പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ അസ്വാഭാവികതകൾ കൂടി വന്നപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ തന്റെ അമ്മ ഡോക്ടർ ബ്രണ്ണറിനെ വിളിച്ച് വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും തന്റെ മകൻ ഹെൻറിയെക്കുറിച്ചും പറയുന്നു. ഇത് മനസ്സിലാക്കിയ ഹെൻറി അന്ന് വൈകിട്ട് ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്റെ എബിലിറ്റീസ് യൂസ് ചെയ്ത് തന്റെ അമ്മയെ വളരെ ക്രൂരമായി കൊന്നുകളയുന്നു, ഒപ്പം സഹോദരിയെയും. ശേഷം അച്ഛൻ വിക്ടറിനെ വകവരുത്താൻ ഹെൻറി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ നേരം കൊണ്ട് അവശനായ ഹെൻറിക്ക് അതിന് സാധിക്കാതെ മോഹാലസ്യപ്പെട്ടു വീഴുന്നു. അങ്ങനെ ഒന്നും മനസ്സിലാവാതെ സ്വന്തം ഭാര്യയുടെയും മകളുടെയും മരണത്തിന് ഉത്തരവാദിത്വം വിക്ടറിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ ജയിലിലെത്തിയ അദ്ദേഹം കുറച്ചു കാലത്തിന് ശേഷം കേൾക്കുന്നത് തന്റെ മകൻ ഹെൻറിയുടെ മരണവാർത്തയായിരുന്നു. പക്ഷെ അത് സത്യമായിരുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടർ ബ്രണ്ണർ MK അൾട്ര എന്നൊരു പുതിയ എക്സ്പെരിമെന്റിന് തയ്യാറെടുക്കുകയായിരുന്നു. ഹെൻറി ആയിരുന്നു ആ എക്സ്പെരിമെന്റിലെ ആദ്യത്തെ ടെസ്റ്റ് സബ്ജക്ട്. നമ്പർ 1. ഡോക്ടർ ബ്രണ്ണറിന് നിയന്ത്രിക്കാൻ കഴിയുന്ന പരിധിക്കപ്പുറമായിരുന്നു ഹെൻറി. അങ്ങനെ മറ്റു വഴികളില്ലാതെ ഹെൻറിയുടെ പവേഴ്സ് മറ്റു കുട്ടികളിൽ പരീക്ഷിക്കാൻ ബ്രണ്ണർ നിർബന്ധിതനായി. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഐഡന്റിറ്റി ഇല്ലാത്ത പല കുട്ടികളിലും അയാൾ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചു. ഒപ്പം അതിര് വിടാതിരിക്കാൻ ഹെൻറി അവന്റെ പവേഴ്സ് യൂസ് ചെയ്യാതിരിക്കാൻ ഒരു ട്രാക്കിംഗ് ചിപ്പ് ഹെൻറിയുടെ ശരീരത്തിൽ ബ്രണ്ണർ ഇംപ്ലാന്റ് ചെയ്യുന്നു. അവന് തനിയെ റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒന്ന്. കാരണം ബ്രണ്ണറിന്റെ കൺട്രോളിനും അപ്പുറമുള്ള ഹെൻറിയുടെ യാത്ര അപകടം വിളിച്ചു വരുത്തുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ 10ലധികം കുട്ടികളെ പരീക്ഷണത്തിന് വിധേയമാക്കിയെങ്കിലും ഹെൻറിയോളം മികച്ച ഒരാളെ മാത്രമേ ബ്രണ്ണറിന് സൃഷ്ടിക്കാൻ സാധിച്ചുള്ളൂ. നമ്പർ 11. മറ്റൊരു ഐഡന്റിറ്റിയിൽ ആ ലാബിൽ ജീവിച്ചു പോന്നിരുന്ന ഹെൻറി വർഷങ്ങൾക്കിപ്പുറം 1979 11ന്റെ സ്കിൽസ് മനസ്സിലാക്കിയതിനു ശേഷം അവളോട് അടുപ്പം നടിച്ച് അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് തന്റെ ശരീരത്തിലുള്ള ചിപ്പ് നീക്കം ചെയ്യുന്നു. ശേഷം പവേഴ്സ് തിരിച്ചു കിട്ടിയ ഹെൻറി ആ ലാബിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളയുന്നു, ഇൻക്ലൂഡിംഗ് ടെസ്റ്റ് സബ്ജക്ട്സ്. ഡോക്ടർ ബ്രണ്ണറിനെയും 11നെയും മാത്രമായിരുന്നു അവൻ അവശേഷിപ്പിച്ചത്.
ശേഷം ഈ ലോകത്തെ റീഷേപ്പ് ചെയ്യുവാൻ വേണ്ടി നല്ലൊരു ലോകത്തിന്റെ നിർമ്മാണത്തിനായി തന്റെ ഒപ്പം നിൽക്കണമെന്ന് ഇലവനോട് ഹെൻറി പറയുന്നു. അത് സമ്മതമല്ലായിരുന്ന ഇലവൻ തന്നെ ചതിച്ച ഹെൻറിയെ തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഫലമായി ഹെൻറി വീണ്ടും ഡയമെൻഷൻ എക്സിൽ അകപ്പെടുന്നു. ഇത്തവണ അവിടെ എത്തിയ ഹെൻറി ഒരു നിഴലോ പുകുമറയോ പോലെ കാണപ്പെട്ടിരുന്ന മൈൻഡ് ഫ്ലയറിന് തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായിരുന്ന ബ്ലാക്ക് വിഡോയുടെ രൂപം നൽകുന്നു. ഒപ്പം സ്വയം നവീകരിച്ച് ഇവോൾവ് ചെയ്യുവാനും ആരംഭിക്കുന്നു. അങ്ങനെ ഹൈവ് മൈൻഡിന്റെയും ഡയമെൻഷൻ എക്സിന്റെയും അപ്സൈഡ് ഡൗണിന്റെയും മൈൻഡ് ഫ്ലയറിന്റെയും ഒക്കെ ഭാഗമായി മാറുന്ന ഹെൻറി വെഗ്ന എന്ന തന്റെ പുതിയ വ്യക്തിത്വത്തിലേക്ക് സ്വയം ട്രാൻസ്ഫോം ആവുന്നു. ഹോക്കിൻസിന്റെ അപ്സൈഡ് ഡൗണിൽ നിന്നുകൊണ്ട് തന്നെ ഹോക്കിൻസിലുള്ള ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വെഗ്നയ്ക്ക് സാധിക്കും. 1986 കാലഘട്ടത്തിൽ തന്റെ ലക്ഷ്യങ്ങൾക്ക് പ്രാപ്തനായ വെഗ്ന തന്റെ ഇരകളെ തേടിയിറങ്ങുന്നു. മെന്റലി വീക്കായ ഹോണ്ടിങ് പാസ്റ്റ് ഉള്ള ടീനേജേഴ്സിനെയായിരുന്നു അവൻ ലക്ഷ്യം വെച്ചിരുന്നത്. ബലഹീനതകളുള്ള അവരുടെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്ത് തങ്ങളുടെ വിഷൻസ് റിയാലിറ്റി ആണോ ഡ്രീം ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിക്ടിംസിനെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. അതോടൊപ്പം ക്രൈം സ്പോട്ടിൽ അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു പോർട്ടലും ഓപ്പൺ ആവുന്നു. അങ്ങനെ 4 മരണങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 4 പോർട്ടൽസും കൂടി ജോയിൻ ചെയ്യുകയും അതിലൂടെ റിയൽ വേൾഡിലേക്ക് വെഗ്ന എൻ്റർ ചെയ്യുകയും ചെയ്യും. അത് തടയാൻ സാധിക്കുന്നത് എലവണിനും ഗ്യാങ്ങിനും മാത്രമാണ്. എലവൺ എങ്ങനെ ഹെൻറിയുമായി കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ എൽഡർ ടീമിലുള്ള ഹോപ്പറും ജോയ്സും വീലറും ഒക്കെയായുള്ള ഹെൻറിയുടെ ബന്ധം എന്താണെന്ന് അറിയില്ലല്ലോ. ശേഷം സ്ക്രീനിൽ കാണാം.